തിരുവനന്തപുരം അമ്പലത്തറ ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ച് 650 മീറ്റർ മാത്രം മാറി നമുക്കിത് 5 സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റ് വരുന്ന പൂർണ്ണമായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച വീടും ഈ കാണുന്ന ബെൻസ് ഉൾപ്പെടെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വീട് വാങ്ങുമ്പോഴത്തേക്കും ബെൻസ് കാർ ഫ്രീ, അടിപൊളി ഓഫറല്ലേ, നല്ലൊരു പ്രൈസിന് വാങ്ങിയെടുക്കാം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിലയ്ക്ക് ഈ ഒരു ലൊക്കേഷനിൽ ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു വീട് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീടിൻ്റെ കൂടെ നമുക്കിതാ ഈ കാണുന്ന 2011 മോഡൽ C250 ബെൻസ് കാറും കൂടെ ഫ്രീ ആയിട്ട് തരുന്നത്. നമുക്ക് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് കാറ് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു വിലയും കൂടെ അവർ കുറച്ച് തരുന്നുണ്ടാവേ. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് അമ്പലത്തറ ജംഗ്ഷനിൽ തന്നെ ഉജ്ജയിനി ക്ഷേത്രത്തിന് നേരെ എതിർവശം കാണുന്ന റോഡ് കറക്റ്റായിട്ട് 650 മീറ്റർ വന്നു കഴിഞ്ഞാൽ സുരഭി ഗാർഡൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റിനകത്ത് എത്താൻ സാധിക്കും. ഇത് പൂർണ്ണമായിട്ടും നമുക്ക് കോമ്പൗണ്ട് വളോട് കൂടി ഇതുപോലെ ഒത്തിരിയധികം ഹൗസ് പ്ലോട്ടുകളാക്കി ഇട്ടിരിക്കുകയാണ്. അതിനകത്ത് കാണുന്ന ആദ്യത്തെ പ്രോപ്പർട്ടി, അതായത് നേരെ കയറി വരുന്ന പ്രോപ്പർട്ടിയാണ് നമുക്കിപ്പം വീടായിട്ടുള്ളത്. ഇനി ഇതിനകത്ത് പ്ലോട്ടുകളായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ വാങ്ങാൻ സാധിക്കും. പ്ലോട്ടുകളാണെന്നുണ്ടെങ്കിൽ 3 സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകൾ ലഭ്യമാണ്. അതിൻ്റെ വില ഇപ്പോഴേ പറഞ്ഞുതരാം. സെൻറ്റിന് 9 ലക്ഷം രൂപ തൊട്ട് നമുക്കിതിനകത്ത് പ്ലോട്ടുകൾ ലഭ്യമാണ്. ഇതേ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ 2 വണ്ടികൾ പാർക്ക് ചെയ്യാം. ഓൾറെഡി നിങ്ങൾക്ക് ഇനി ഒരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെൻസ് ഇവിടെ ഇടാം, നിങ്ങളുടെ അടുത്ത വണ്ടി ആ ഭാഗത്തായിട്ട് പാർക്ക് ചെയ്യാം. ശരിക്കും ഇവിടെ നോക്കി നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് നമുക്ക് സുഖമായിട്ട് 2 വണ്ടികൾ ഇവിടെയും നിൽക്കും, ഈ ഭാഗത്തും നിൽക്കും. എങ്ങനെ വെച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിറങ്ങണമെങ്കിൽ 3 വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടും. ഇത് ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണേ. അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഈ കാണുന്ന പോലെയാണ് നമ്മുടെ വരാന്ത സ്പേസ് വരുന്നത്. മുൻവശത്തെ വാതിലിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോക്കിയേ, ഫുള്ള് തേക്കുന്നടിയിലാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഓരോ തള്ളൊക്കെ ഇട്ടിട്ട് അതിനകത്തേക്ക് ഈ രീതിയിൽ സ്റ്റീൽ റോഡൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ടാണ് ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലാണ്. ഈ കാണുന്നത് പോലെ വലിയൊരു TV യൂണിറ്റ് വെക്കാനുള്ള സ്പേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിലെല്ലാം നല്ല എലിഗൻ്റ് ആയിട്ടുള്ള ഡിസൈനിൽ ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും. ഇവിടെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് സെറയുടെ ഫിറ്റിങ്സ് ആണ് കേട്ടോ. ഈ പൈപ്പ് ഫിറ്റിംഗ് വന്നിട്ട് ജാഗ്വാർ. നമുക്ക് ഈ വാഷ് ബേസിനൊക്കെ വരുന്നത് സെറയാണ്. ഈ കാണുന്നത് പോലെയാണ് ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. അവിടെ ഫാനെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെ ഒരു സ്റ്റോർ റൂം ഡോറ് കൊടുത്ത് ഒരു സ്റ്റോർ റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സ്റ്റോർ റൂമിനകത്തുള്ള നമുക്ക് ആ ഒരു റാക്കെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചണിൽ വരുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം സ്റ്റോറേജ് ഉണ്ട്, ഈ ഭാഗത്ത് എല്ലാം സ്റ്റോറേജ് ഉണ്ട്. താഴേക്കെല്ലാം നല്ല നീറ്റായിട്ടുള്ള മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് പിൻവശത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഒരു വർക്ക് ഏരിയ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നമ്മുടെ വീടിൻ്റെ സൈഡിലേക്കൊക്കെ ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ കുറച്ച് ആ ഒരു സ്പേസ് ഉള്ളതിൽ ഒരു മാവൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു പൂത്തു തുടങ്ങിയിട്ടുണ്ട്. ഈ സീസണിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാങ്ങ കുറച്ച് തിന്നാൻ പറ്റും. താഴത്തെ നിലയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള വലിയ ഒരു ബെഡ്റൂമാണുള്ളത്. നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെയും നമുക്ക് സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഫുള്ളായിട്ട് നമുക്കൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഡ്രോയേഴ്സ് അടക്കം സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ നോക്കുമ്പോഴത്തേക്കും പ്രീമിയം ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാം തന്നെ ഏറ്റവും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ്, പാരിവെയർ പോലുള്ള കമോഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഉള്ളിലുള്ള വാതിലുകളെല്ലാം ഇങ്ങനെ പോളിഷാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു എലിഗൻറ്റ് ലുക്ക് തരുന്ന രീതിയിലാണ് അതുള്ളത്. നമ്മുടെ സ്റ്റേയേഴ്സ് നോക്കിയാൽ സ്റ്റേയേഴ്സ് വന്നിട്ട് GAയിലും വുഡിലുമാണ് നമുക്ക് സ്റ്റേയേഴ്സ് തന്നിട്ടുള്ളത്. നല്ലൊരു ഡിസൈനാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ഫീൽ തരുന്ന രീതിയിലാണ് ആ ഒരു ലുക്ക്. അതുപോലെ തന്നെ സ്റ്റേയേഴ്സ് ഫുള്ളായിട്ട് നമുക്കിതുപോലെ ഗ്രിപ്പുള്ള ഗ്രാനൈറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ്. ഇവിടെ എല്ലാം നമുക്ക് സീലിങ്ങിലെല്ലാം വർക്ക് ചെയ്ത് അതിലേക്ക് ലൈറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ വലിയൊരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജനലിൻ്റെ മിഡ് പോർഷൻ ഇതുപോലെ തുറക്കാൻ പറ്റും. തുറന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് എൻട്രൻസ് വരുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബാൽക്കണി സ്പേസ് കിട്ടുന്നുണ്ട്. ബാൽക്കണി എന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ശരിക്കും നല്ല അടിപൊളി ലൊക്കേഷനാണ്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ബൈപ്പാസിൽ കുമരിച്ചന്ത അവിടെ ചെന്ന് കയറാൻ സാധിക്കും. ഏകദേശം 1.2 കിലോമീറ്റേഴ്സ് മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് ബൈപ്പാസ് വരേക്കും ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ആ രീതിയിലുള്ള ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ പ്രോപ്പർട്ടി. അതുപോലെ തന്നെ നമ്മുടെ അമ്പലത്തറയിൽ നിന്ന് വരുന്ന ബണ്ട് റോഡിലേക്കൊക്കെ ഇവിടെ നിന്ന് തൊട്ടടുത്താണ്. ആ രീതിയിൽ ആക്സസ് വരും.
ഇതാ ഇതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. ഈ കബോർഡ് വന്നിട്ട് നമുക്ക് വീടിന്റെ ഈ ഒരു ചുമരിന് പുറത്തേക്കാക്കിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസ് കൺസ്ട്രെയിൻസ് ഒന്നും തന്നെ വരത്തില്ല. ആ രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് വീടിന്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഈ കാണുന്നത് പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്കിനി ഇത് പോകെ ഇതാ ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം. എല്ലാ റൂമുകളിലും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. സെറ പാരിവെയർ പോലുള്ള മെറ്റീരിയൽസ് ആണ് നമുക്കിതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് ഈ കാണുന്നത് പോലെ നമ്മുടെ വീടിൻ്റെ സൈഡിലേക്കുള്ള ഒരു ഓപ്പൺ ടെറസിലേക്കാണ് എൻട്രൻസ് വരുന്നത്. എങ്ങനെയാ വെച്ചാൽ മുൻവശത്തെ ഒരു ബാൽക്കണിക്ക് പകരം നമുക്ക് മുൻവശത്തേക്കും വ്യൂ വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു വലിയൊരു ഓപ്പൺ ടെറസാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ പർഗോളാസ് വെച്ച് അതിലെ ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് മേളിൽ ഓൾറെഡി ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴ നനയത്തില്ല. നമുക്ക് ഇവിടേക്ക് വന്നിരുന്ന റിലാക്സ് ചെയ്യണമെങ്കിൽ നല്ല രസമായിട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നോക്കി, പിൻവശം നോക്കി, പിൻവശത്തെല്ലാം വീടുകളാണ്. നമ്മുടെ ഈ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലെ ആദ്യത്തെ വീടാണ്. പക്ഷേ ഇതിന് ചുറ്റും ഫുള്ളായിട്ട് വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് നിങ്ങൾ തന്നെ ഒരു അസോസിയേഷനൊക്കെ ഫോം ചെയ്ത് സെക്യൂരിറ്റിയൊക്കെ ഏർപ്പാട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചോ. നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില 1,10,00,000 രൂപയാണ്. അതിനകത്ത് നിങ്ങൾക്കൊരു ബെൻസ് കാറ് ഫ്രീ ആയിട്ട് കിട്ടും. നമ്മുടെ താഴെ കിടക്കുന്ന ഈ ഒരു വണ്ടി ഉൾപ്പെടെ 1,10,00,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും. ഇതിൽ കൂടുതൽ എന്ത് വേണം? കാറുമായി വീടുമായി. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും.